ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിലെ ആദ്യ മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് രാജസ്ഥാൻ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയത്. എടുത്തു പറയേണ്ട കാര്യം വിലപ്പെട്ട 3 പോയിന്റുകൾ നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ വലിയ വെല്ലുവിളികൾ ഇനിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ കാത്തിരിക്കുന്നത്. അടുത്ത മത്സരത്തിൽ സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹിയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ. ആ മത്സരത്തിൽ വിജയം നിർബന്ധമാണ്. അതിനുശേഷം മുംബൈ സിറ്റി FC ആണ് ക്ലബിൻ്റെ എതിരാളികളായിക്കൊണ്ട് വരിക. ആ മത്സരത്തിലും വിജയം നേടിയാൽ മാത്രമാണ് സെമി ഫൈനലിന് യോഗ്യത കരസ്ഥമാക്കാൻ ക്ലബിന് സാധിക്കുകയുള്ളൂ. കാരണം മുംബൈ സിറ്റി മികച്ച പ്രകടനമാണ് ഇപ്പോൾ പുറത്തെടുക്കുന്നത്. ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്ത് അവരാണ്, 2-ാം സ്ഥാനത്ത് ബ്ലാസ്റ്റേഴ്സ് ആണ് ഉള്ളത്. 2 ടീമുകൾക്ക് 3 പോയിന്റുകൾ വീതമാണ് ഉള്ളത്. പക്ഷേ ഗോൾ ഡിഫറൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മുംബൈ സിറ്റി 1-ാം സ്ഥാനത്ത് വരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ വെല്ലുവിളികളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് സെമി ഫൈനലിൽ എത്തിയാൽ അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ ആരായിരിക്കും? അതും ആരാധകർക്ക് അറിയേണ്ട ഒരു കാര്യമാണ്. അതിനുള്ള ഒരു മറുപടി ഇപ്പോൾ മാർക്കസ് മർഗുലാവ് നൽകിയിട്ടുണ്ട്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ അത് ഗോവയായിരിക്കും എന്നുള്ളത് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. കാരണം ഗ്രൂപ്പ് ബിയിൽ 1-ാം സ്ഥാനക്കാരായിക്കൊണ്ട് ഗോവ ഇപ്പോൾ സെമി ഫൈനലിന് യോഗ്യത നേടിയിട്ടുണ്ട്. അതായത് ഗ്രൂപ്പ് ബിയിലെ ജേതാക്കളാണ് ഗ്രൂപ്പ് ഡിയിലെ ജേതാക്കളെ നേരിടുക. അതായത് ബ്ലാസ്റ്റേഴ്സ് സെമിയിൽ എത്തിയാൽ അവിടെ ഗോവയായിരിക്കും സെമിയിൽ ബ്ലാസ്റ്റേഴ്സിനെ കാത്തിരിക്കുന്നത്. ഗോവ ഇതിനോടകം തന്നെ സെമി ഫൈനലിന് യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. തകർപ്പൻ പ്രകടനമാണ് ഗോവ പുറത്തെടുക്കുന്നത്. ആദ്യ മത്സരത്തിൽ ജംഷഡ്പൂരിനെ അവർ പരാജയപ്പെടുത്തി. പിന്നീട് ഇന്റർകാശിയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് അവർ പരാജയപ്പെടുത്തി. ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് അവരുടെ എതിരാളികൾ. മനോളോ മാർക്കസിന് കീഴിൽ ഗംഭീര പ്രകടനം നടത്തുന്ന ഗോവയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികളായിക്കൊണ്ട് സെമിയിൽ വരിക. അതല്ല എങ്കിൽ ഗോവക്ക് മുംബൈ സിറ്റിയെ ആയിരിക്കും സെമിയിൽ നേരിടേണ്ടി വരിക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.